കയ്യൊപ്പ്. കവിയും ഗാനരചയിതാവുമായ ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുമായി ഗായകൻ ശ്രീ വി ടി മുരളി നടത്തിയ അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം. ഞാൻ ആദ്യമായിട്ട് പുറത്ത് പഠിക്കാൻ പോകാൻ വേണ്ടി പോകുമ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞത് പഴശ്ശി തമ്പുരാൻ്റെ അടുത്ത് പോയിക്കോളൂ എന്നോട് പറഞ്ഞത്. പിന്നെ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ്റെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പണിക്കർ മാഷ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നല്ലതാണ്, നല്ല ഞാനുള്ള എന്ന് പറയും. അതുപോലെ സി ആർ പണിക്കരുടെ പേര് അച്ഛൻ പറയുമായിരുന്നു. സംഗീതത്തിന്റെ ഒരു പഠനം എന്നുള്ള രീതിയിൽ ആരംഭിക്കുന്നത് എവിടെയാണ്? ഞാൻ ആദ്യം തുടങ്ങുന്നത് പഴശ്ശി തന്നെയാണ്. പക്ഷെ പഴശ്ശിത് കാര്യമായിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം തിരക്കിലായി പോയി. അന്ന് അദ്ദേഹത്തിന് സീനിയർ സ്ഥാനം കിട്ടി. അതെ. പിന്നെ ഞാൻ കെ പൈതൽ മാഷ് എടുത്ത് പഠിക്കാൻ പോയി. അങ്ങനെയാണ് പിന്നെ കുറച്ച് മുമ്പോട്ട് വരുന്നത്. അതെ, അതൊക്കെ പൈതൽ മാഷ് അടുത്തൊക്കെ പോകുമ്പോൾ SSLC എല്ലാം കഴിഞ്ഞിട്ടുള്ള സമയത്ത് SSLC കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങുന്നത്. അതുവരെ ഞാൻ സഹിച്ചിരുന്നതാ. അതിനു മുമ്പേ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്. ഉള്ളിലിങ്ങനെ ഇഷ്ടപ്പെടുമായിരുന്നു സംഗീതം. ഇങ്ങനെ ഉള്ളിൽ എങ്ങനെയായാലും എനിക്ക് എവിടെയെങ്കിലും പോകണം. പക്ഷേ എനിക്ക് അധ്യാപകനാവേണ്ട, പ്രൊഫഷണൽ പാട്ടുകാരനായാൽ മതിയെന്നുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ എഴുത്തിനോടും വായനയോടുള്ള ഇതെന്തായിരുന്നു? കുട്ടികളുടെ വലിയ ചോദ്യമാണ്. കറക്റ്റ്. അത് ആ സമയത്ത് സ്കൂൾ പഠിത്തത്തിനേക്കാൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നത് വായനശാലകളിലെ വായനയാണ്. കൈതപ്പുറം വായനശാലയൊക്കെ 52 വർഷമായി. അന്ന് തുടങ്ങുമ്പോൾ തന്നെ ഞാനാണ് പുസ്തകം കളക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള കുട്ടികളിൽ ഒരാളെ ഞാനാണ്. അതേപോലെ മാതാമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ജ്ഞാനഭാരതി ഗ്രന്ഥാലയത്തിലെ ഒരു ലൈബ്രറിയനായിരുന്നു എൻ്റെ ഒരു ഏട്ടൻ, എൻ്റെ ഒരു പേരമ്മയുടെ മകൻ. അദ്ദേഹത്തിൻ്റെ അവിടെ പോയിട്ടാണ് വായന തുടങ്ങുക. അദ്ദേഹമാണ് സെലക്ട് ചെയ്യുക. പേരെന്തായിരുന്നു? VN ഈശ്വരൻ നമ്പി. വളരെ മിടുക്കനായിട്ടുള്ളൊരു എല്ലാ സ്നേഹമുള്ള ഏട്ടനാണ്. നല്ല പ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, ഞാൻ ആ പ്രദേശത്തുകാരനല്ലെങ്കിലും ആ പ്രദേശത്ത് ഈ വായനശാല പ്രസ്ഥാനം വളരെ സ്ട്രോങ് ആയിട്ടൊരു സ്ഥലമാണ്. സംശയമില്ല. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലുള്ള വായനശാലകൾ, അതുപോലെ പിന്നീട് ഈ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെ സർവോദയം തുടക്കം തന്നെ പയ്യുന്നു. അപ്പൊ അത് ഗാന്ധിജിയുടെ ആഹ്വാനത്തിൽ തന്നെ ഈ പഠിക്കുക എന്നുള്ളത്, ഭാഷ പഠിക്കുക, ഇതൊക്കെയുള്ള ഇത് വരുന്നുണ്ടല്ലോ, ഹിന്ദി പഠിക്കുക എന്നൊക്കെ പറയുന്നത്, അത് ആ ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. അത് ഉൾക്കൊണ്ട ഒരു ജനതയായിരുന്നു പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തിന് തന്നെ സ്വാതന്ത്ര്യ സമരമായിട്ട് വലിയ ബന്ധമുണ്ടല്ലോ. ഉപ്പ് സത്യാഗ്രഹം, അങ്ങനെ അവിടുത്തെ കേരളത്തിൽ നെഹ്റു സുബ്രഹ്മണ്യ ഷേണായി, ഇങ്ങനെ കുറെ ആളുകൾ, ഒരുപാട് ആൾക്കാർ. ഈ മല്ലിശ്ശേരി കരുണാകരൻ മാഷ് അവിടെ മുഴുവൻ ശരിക്കും ഹിന്ദിയും അക്ഷരവും വിതരണം ചെയ്ത ആളാണ് എല്ലാ കുട്ടികളിലും. അങ്ങനെയാണ് അദ്ദേഹം അവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി ഈ ജ്ഞാനഭാരതി ഗ്രന്ഥാലയം എന്ന് പറഞ്ഞ് തുടങ്ങി. കൂടുതൽ ഹിന്ദി പഠനം തുടങ്ങി. ജ്ഞാനഭാരതി തന്നെ ആ ഹിന്ദിയുടെ ഭാഷയുണ്ടല്ലോ, ജ്ഞാനഭാരതി. അവിടെ ഓരോ പുസ്തകങ്ങൾ വരുമ്പോഴും അത് ഈ ലൈബ്രറി എന്നുള്ളവർക്ക് ഏട്ടനാണ് നോക്കുക. എന്നിട്ട് അത് ബൈൻഡ് ചെയ്യാനൊക്കെ ഞങ്ങളാണ് സഹായിക്കുക. കൂടുതൽ വായന നടക്കും. അങ്ങനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത് 64 അത്രയും കുട്ടിയായിരുന്നു ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. MTയുടെ മഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു ജൂണിലാണ് ഇറങ്ങുന്നത്. ആ ജൂണിൽ തന്നെ ഞാനത് വായിക്കുകയും ജൂലൈ ആഗസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും അതിനെപ്പറ്റിയുള്ള ചർച്ചകളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത്ര സജീവമാണ് വായന. അന്ന് കുട്ടികൾക്കൊന്നും മനസ്സിലാകാത്തൊരു ഭാഷയായിരുന്നു. ഈ മലയാള കവിതകളുമായിട്ട് ബന്ധമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അന്ന് കുഞ്ഞിരാമൻ നായർ കവിതയാണ് ഏറ്റവും ആശാൻ, സംശയമൊന്നുമില്ല. നമ്മുടെ പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്തുള്ള സാഹിത്യത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും അതെ. ശങ്കരക്കുറുപ്പ് ഇവരൊക്കെ വായന. പിന്നെ സുഗതകുമാരി ടീച്ചർ വരെ, കക്കാടൊക്കെ പിന്നെ എൻ്റെ ബന്ധുവായി. ആ കാലത്താണ് അച്ഛനെയൊക്കെ ഞാൻ കാണുന്നത്. വീട്ടിൽ കുമാരൻ മാഷൊക്കെ ഞാൻ കാണുന്നത് തലശ്ശേരി വെച്ചാണ്. തലശ്ശേരി സാഹിത്യ സമിതി ക്യാമ്പുകളിൽ. അന്ന് സംസ്കൃത പ്രൊഫസർ എം എസ് മേനോൻ സാറ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പലായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ക്യാമ്പുകൾ തുടങ്ങിയത്, സാഹിത്യ സമിതി ക്യാമ്പുകൾ. അന്ന് അവിടെ വരാത്ത ആൾക്കാർ ആരുമില്ല. ഇപ്പം ശങ്കരക്കുറുപ്പ്, വെണ്ണിക്കുളം, എടശ്ശേരി, വൈലോപ്പള്ളി, ഇങ്ങനെ ആ വലിയ കൊമ്പന്മാർ ഇരിക്കുന്നതിന് തൊട്ട് താഴെ പിന്നെ സുഗതകുമാരി ടീച്ചർ, കക്കാട്, ഇങ്ങനെ ONV, കുമാരമാഷ്, പിന്നെ ഒരു ഉണിത്തിരി. കുമാരമാഷയുടെ കവിത വായന കേൾക്കാൻ തന്നെ ഞാൻ ഇരിക്കാറുണ്ട്. മനോഹരമായിരുന്നു. ഈ ഈണത്തില് ക്യാമ്പിൽ വെച്ചാണ് ഞാൻ GN പിള്ളയെ പരിചയപ്പെടുന്നത്, വലിയ സാഹിത്യകാരൻ. പക്ഷെ വളരെ സിമ്പിളായിട്ട് ഞങ്ങളോടൊക്കെ സംസാരിക്കുകയും, ഞാൻ അവിടുന്ന് അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ, ഞാൻ അമ്പലത്തിൽ ശാന്തി ഉണ്ടായിരുന്നു എനിക്ക് കതിരൂർ. അവിടെ ഒരു നേരം ഉണ്ടായിട്ടുള്ളൂ. 10 രൂപ മാസ ശമ്പളമാണ്. മിക്കവാറും ടൗണിലേക്ക് നടക്കാറേ ഉള്ളൂ, പൈസ ഉണ്ടാവില്ല. അങ്ങനെയാണ് തിരുവങ്ങാട്ട അമ്പലത്തിൻ്റെ ഊട്ടൂരിൽ ഊണഴിക്കാൻ പോകുന്നത്. അത് മാസത്തിൽ 3 നേരമേ ഉള്ളൂ. ഈ 3 നേരം ഓർമ്മിച്ച് എപ്പോഴും നല്ല വിശക്കുന്ന സമയത്ത് പോകും അവിടെ. അങ്ങനെയാണ്. അപ്പോൾ ഈ ഇതിൽ ഞങ്ങളൊരു പൊതിച്ചോറെടുക്കും, പാഥേയം. ഈ പൊതിച്ചോറുമായിട്ടാണ് ഈ ക്യാമ്പിന് പോകുന്നത്. അത് ഇന്നത്തെ പോലെ ഈ വായിക്കാത്തവർക്ക് പോലും ലൈബ്രറിയുള്ള കാലമാണിത് വീട്ടിൽ. കാരണം അതൊരു അലങ്കാര വസ്തുവായി പുസ്തകത്തിൻ്റെ. അന്ന് നമുക്ക് ലൈബ്രറികളെ മാത്രം ആശ്രയിക്കാൻ നേരത്തില്ല. MT
ഈ രമണൻ വായിച്ചതിനെ പറ്റി പറഞ്ഞത്, രമണനിലെ ഒരു കോപ്പി മാത്രമേ ആ ഗ്രാമത്തിലുണ്ടായിരുന്നുള്ളൂ അത്രേ. എന്നിട്ട് അത് വാങ്ങിച്ചുകൊണ്ട് നിന്നിട്ട് പകർത്തി എഴുതാണ്. തീർച്ചയായിട്ടും ഓരോ ഭാഗങ്ങളായിട്ട് ഓരോരുത്തർ എഴുതിയിട്ട് തിരിച്ചു കൊടുക്കുക നമ്മുടെ കാലത്തും. അതാ ഞാനിപ്പോ ഓർത്തത്. എനിക്ക് ഓർമ്മയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഈ പാച്ചോട്ടിനെ പോലെ തന്നെ ഉറൂബിന്റെ സുന്ദരിയോടും സുന്ദരന്മാരും ഒരു രാത്രി കൊണ്ടാണ് ഞങ്ങൾ വായിക്കുന്നത്. വലിയ പുസ്തകം അത്. ഞങ്ങൾ ചുറ്റും പേരമ്മയും ഒക്കെ ഉണ്ടാവും. എന്നിട്ട് പേരമ്മ എപ്പോഴോ ഉറങ്ങാൻ പോയി. എന്നിട്ട് രാവിലെ നെയ്വിളക്കും കൊണ്ട് ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വരുമ്പോൾ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഞങ്ങളായിരുന്നു അവസാനം ആ വിശ്വത്തിൻ്റെ അവസാനത്തെ വാക്കുകളും കൂടി വായിച്ചിട്ടാണ് നിർത്തുന്നത്. അങ്ങനെയാണ് കുഞ്ഞു ഉമ്മാച്ചു ഒക്കെ അങ്ങനെ വായിച്ചു. സത്യത്തിൽ സാഹിത്യത്തിലേക്ക്, കവിതയിലേക്കും പാട്ടിലേക്കൊക്കെ വരുന്നതിനുള്ള ഒരു അങ്ങയുടെ പദസമ്പത്ത് കൈതപ്രത്തിന്റെ പാട്ടുകളിലൂടെ കടന്നു പോയാൽ പലപ്പോഴും പദങ്ങളുടെ പ്രയോഗങ്ങൾക്ക് ഒരുപാട് വലിയ ഒരു വൊക്കാബുലറി ഉള്ളതായിട്ട് നമുക്ക് ഫീൽ തന്നെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെ, ഒരു സാധാരണ പറയാറുണ്ട് 20 വയസ്സ് വരെയുള്ള വായന. അത് ഞാൻ പരിപൂർണമായിട്ട് മുതലാക്കിയിട്ടുണ്ട്. സത്യത്തിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു തമാശയായിട്ട് ചോദിച്ചോട്ടെ, ഈ വിദ്യാഭ്യാസം 10ാം ക്ലാസ് വരെ പഠിച്ചുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ? എല്ലാം നഷ്ടമാണ്. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടു. പിന്നെ പഠിച്ചത് ഈ പറഞ്ഞ പോലെ ഗുരുകുല വിദ്യാഭ്യാസമാണ്. പഠനം എന്ന് പറഞ്ഞാൽ എന്നെ ഒന്നിനും കൊള്ളൂല എന്ന് മനസ്സിലായി എനിക്ക്. അതാണ് പഠനത്തിൽ നിന്ന് അയ്യോ അതെനിക്ക് പറ്റില്ല, അയ്യോ ഇതും എനിക്ക് പറ്റില്ല, കണക്ക് പറ്റില്ല. അതെ, അല്ലെങ്കിൽ മാഷന്മാരെന്നെ പറയും നിന്നെ ഒന്നിനും കൊള്ളൂടാ എന്നെ പറയും, നെഗറ്റീവ് പറയും. 10ാം തരം വരെ പഠിച്ചതിലൊരു ഗുണം നമ്മൾ കൊള്ളൂലെന്ന് മനസ്സിലാക്കി, സ്വയം ഒന്നിനും കൊള്ളില്ലാന്ന് മനസ്സിലാക്കി. പിന്നെ തുടങ്ങണമെന്നായി. എന്നാ പിന്നെ വേണം. ഞാൻ അതേ മാഷ് കേട്ടോണ്ടിരിക്കെ ഞാൻ പിന്നീട് ഒരു 10 വർഷങ്ങൾക്ക് ശേഷം അതേ നാട്ടിൽ വന്ന് കച്ചേരി നടത്തി പക്കമേളക്കാരോടുകൂടി. ആ മോനെ നീ എപ്പോഴാണ് പാട്ടൊക്കെ പഠിച്ചത് എന്നോട് ചോദിച്ചു. ആ മാഷ് അവർക്കറിയില്ലായിരുന്നു, ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ ആ മാഷ്. പക്ഷെ ഒന്നും പറഞ്ഞില്ല അദ്ദേഹത്തോട്. ഞാൻ ഗുരുത്വക്കേടെന്ന് ഞാൻ കാണിച്ചില്ല, പക്ഷെ ഞാൻ തെളിയിച്ചു. പിന്നെ റേഡിയോയിലൊക്കെ എൻ്റെ പേരുകൾ വരാൻ തുടങ്ങുന്നു, എഴുത്തിലും പാട്ടിലുമൊക്കെ. റേഡിയോ ആണ് എൻ്റെ വലിയൊരു സേവന കേന്ദ്രം. വേറെ സംഭവമുണ്ട്. കുട്ടിക്കാലത്ത് ഇതിന് സംഗീതത്തിന്റെ ശത്രുക്കളാണ് എല്ലാവരും. അന്ന് ഈ റേഡിയോയിലുള്ള ആൾക്കാർ, അന്ന് ഈ ഇതാണ് ഹോളണ്ട് ഒരു ഫിലിപ്സ് സെറ്റ് ഉണ്ട് ഇങ്ങനെ തൂക്കി നടക്കുന്നത്. വല്ല കല്യാണത്തിന് പേരുവിളിക്ക് ഒക്കെ പോകുമ്പോൾ ഈ പണക്കാർ അത് എടുത്ത് നടക്കും. ഇപ്പൊ മൊബൈൽ ഫോൺ നമ്മളതിന്റെ പിന്നാലെ നടക്കും. അയാൾ പാട്ട് വെച്ചോണ്ടിരിക്കും. മാറടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വരട്ടൊക്കെ ചെയ്യും. അതുപോലെ രസമുണ്ടായി. സന്ധ്യക്ക് ഒരു കച്ചേരി എല്ലാവർക്കും ഇഷ്ടമാണ്. അത് ഒരു നാട്യമാണ്. കച്ചേരി ഇഷ്ടമാണ് നടിക്കുന്നത്. ഒന്നും അറിഞ്ഞിട്ടില്ല. മറ്റേ ലളിതഗാനങ്ങളൊന്നും പറ്റില്ല. എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഈ കിഴക്ക് ദിക്കലെ ചെന്തെങ്കിൽ കരിക്ക് പൊന്തിയ നേരത്ത് മുറുക്കി നെയ്യേ നിന്നോട് ചുറ്റിൽ മുറുക്കി തുപ്പിയ പാട്ട്. എടാ നിന്റെയൊക്കെ പാട്ട് ഇതല്ലേ മുറുക്കി തുപ്പിയ പാട്ട്? അറിയില്ല, ഇതിനപ്പുറത്തേക്ക് ആലോചിച്ചില്ല. ഇതെന്താണ് സംഭവം എന്ന് ആലോചിച്ചില്ല. അതിലെ ബിംബങ്ങളെ കുറിച്ചും അതിലെ ഈ ഇത് മുറുക്കി തുപ്പിയ പാട്ട് അത്രേ പറയുള്ളൂ. സംഭവം എന്താണ് ആ സംഭവം? ശരിക്കും പറയുകയാണെങ്കിൽ അടുത്ത കാലത്ത് വരേക്കും നമ്മളെ സാഹിത്യത്തിലെ വലിയ കുലപതികൾ പാട്ടിനെ പഠിക്ക് പുറത്ത് തന്നെയാണ് വെച്ചിരുന്നത്. പാട്ട് എഴുതുക എന്ന് പറയുന്നത് ഒരു വലിയ സാഹിത്യ പ്രവർത്തനമല്ല എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിച്ചിരുന്നത്. പക്ഷെ അവരൊക്കെ ഈ ഭാസ്കരൻ വയലാർ വായനയൊക്കെ പിന്നെ അത് കവിത എഴുതും കൂടി ഒരുമിച്ച് കൈകാര്യം ചെയ്ത് തെളിയിച്ചു. അത് അപ്പാണ് അവിടെ ഇവർ വീണുപോയത്. കാരണം പിന്നെ ജി ശങ്കരക്കുറുപ്പിനെ പോലത്തെ ആളുകൾ പാട്ട് എഴുതിയെങ്കിൽ അത് പാട്ടുമായിരുന്നില്ലല്ലോ ആദ്യത്തെ കാലത്ത് എഴുതിയിരുന്നത്. അപ്പൊ ഈ പൈതൽ മാഷുമായിട്ടുള്ളൊരു ബന്ധം, പൈതൽ മാഷ് എന്ന് പറയുന്നത് രസമാണ്. എനിക്ക് ദിവസങ്ങളും വർഷങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എടപ്പഴഞ്ഞി എന്ന് പറഞ്ഞാലും മേലൂർ എന്ന് പറഞ്ഞാലും ഒക്കെ എനിക്ക് അടുത്തെടുത്താണ്. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ എടപ്പഴഞ്ഞി എത്തുന്നത്. അതൊന്നും എനിക്കറിയില്ല. ഒരുപാട് ദൂരമുണ്ട്. ആ ദൂരം പോലും നമ്മൾ ആലോചിച്ചിട്ടില്ല. കാരണം നമ്മളിങ്ങനെ ആസ്വദിക്കായിരുന്നു അതൊക്കെ. അപ്പോൾ അതിനൊരു കാരണമാണ് മാഷ്. സംഗീതത്തിൻ്റെ ഒരു ആസ്വാദനത്തിൻ്റെ ആളാണ്. പൊന്നം എന്ന് പറയുന്ന സ്ഥലത്ത് ശാന്തിക്കാരനായിരുന്നു. അന്ന് അവിടെ 10 രൂപയാണ് ശമ്പളം. ദിവസം നാഴിയരി ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ, ഒരു നാളികേരം. അവിടെ വെച്ചുണ്ടാക്കി കഴിക്കണം. അത് ഉണ്ടാക്കി കഴിച്ചോളൂ. അത് നേദ്യം വെച്ച് നേദിച്ചിട്ട് കഴിക്കുക. അത് നെദ്യരിയ, നേദ്യത്തിനുള്ള അരിയാണ് പച്ചരി. അപ്പം ഞങ്ങളെന്ത് വെച്ചാൽ അതിന് ആ നാഴിയിൽ നിന്ന് ഉരിയരി മാറ്റി വെച്ചിട്ട് അത് ആഴ്ച 2 ആഴ്ച കഴിയുമ്പം വിൽക്കും. അപ്പം അന്ന് നല്ല വിലയുണ്ട്. 7 രൂപയൊക്കെ ഉണ്ട് അന്ന്. അരിക്ക് വിലയുണ്ട് 67 7 രൂപ വലിയ പൈസയല്ലേ. ആ 7 രൂപ ശമ്പളം 10 രൂപയല്ലുള്ളൂ. ശമ്പളം 10 രൂപയുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ സിനിമ കാണുന്നതും, ഞാനും അനിയനും. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? വാസുദേവൻ നമ്പൂരി. ഇപ്പോഴും അവൻ ഫ്ലൂട്ടൊക്കെ ആയി കുറച്ച്. പക്ഷെ അവൻ സംഘപ്രവർത്തനം. സഹോദരന്മാരെന്ന് പറയുന്നത് സഹോദരികൾ 2 പേര്, സഹോദരന്മാർ 2 പേര്. അതെ, 5 പേരാണ്. അപ്പോൾ അങ്ങനെ പൊന്യത്തുനിന്ന് ഞാൻ നടന്നു പോയിട്ട് പാലയാടേക്ക് കയറിയിട്ട് അവിടെ നിന്നാണ് മേലൂരേക്ക് പോകുന്നത് മാഷത്തേക്ക്. മാഷക്ക് ഒരു ചായ തരാൻ പറ്റില്ല. കാരണം മാഷയുടെ അമ്മയുണ്ട്. എഴുന്നള്ളിടത്ത് നിന്ന് എന്നെ വിളിക്കുക, ഇവർ അധകൃതന്മാരാന്ന്. ഞാൻ പറഞ്ഞു മാഷെ നിങ്ങൾ അധകൃതരാണ് ഞാനല്ലേ പറയേണ്ടത്. എനിക്കത് തോന്നില്ല. പിന്നെ മാഷക്ക് അത് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ മാഷെ നമുക്ക് തമ്മിൽ പറയാം. മാഷെ എന്നെയും മാഷെന്ന് വിളിക്കുക. നമുക്ക് തമ്മിൽ അമ്മയുടെ അടുത്താണെന്നും പറയാൻ പറ്റില്ല. അവർ
അത് ഇയാളെന്ത് ചോദിച്ചാൽ എന്നെ പഠിത്തം കഴിഞ്ഞാൽ ഇതെല്ലാം ശബ്ദസ്വരങ്ങളും ഇത് വർണ്ണം വരെ വയലിൻ വായിക്കും. മാഷ്ട മകളാണ് മേലൂർ ഉഷ പാടുന്ന ഉഷയുടെ ഇവിടെ ആകാശവാണിക്ക് വലിയ പരിചിതനാണ് രാമകൃഷ്ണൻ തബലിസ്റ്റ് മാഷ് ഒക്കെ അവിടെ. അതെ, തബലിസ്റ്റ് നമ്മളെ രാമകൃഷ്ണൻ അവരുടെ ഭർത്താവ്. അങ്ങനെ മാഷ് എന്നെ കൂട്ടിയിട്ട് പുറത്തേക്ക് നടന്നിട്ട് ഒരു കടയുണ്ട് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട്. കടക്കാരാണ് ഒരു 2 ഉണ്ടക്കായി, ഒന്ന് എനിക്കും ഒന്ന് മാഷ്ക്കും. ഒരു ഉണ്ടക്കായി എന്ന് പറഞ്ഞാൽ ഇത്രയും ഉണ്ടാവും, ഒരു വയറ് നിറയാനുള്ള സാധനമാണ് ഉണ്ടക്കായി. ഒരു ഉണ്ടക്കായി ഒരു ചായ മാഷ് എനിക്ക് വാങ്ങിച്ചു തരും. ഈ ഉണ്ടക്കായ്ക്കും ചായക്കും മാത്രമല്ല ഞാൻ പഠിക്കുന്നതിനും ഒന്നിനും മാഷ് ഒന്നും ചോദിക്കില്ല, ഞാൻ കൊടുത്തിട്ടുമില്ല പാവത്തിന്. അദ്ദേഹത്തിന് എനിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. അവസാനം കുറേ വർഷങ്ങൾക്ക് ശേഷം പ്രൊഫഷണലായിട്ട് കച്ചേരിക്ക് പോകുന്ന ടൈമായപ്പോൾ നാട്ടിൽ അന്ന് എന്നെ നവരാത്രിക്ക് പാടാൻ വിളിച്ചിരുന്നു. അപ്പോൾ ആ പാട്ടിന് പോകുമ്പോൾ ചൊവ്വയിലൊരു സംഗീതോത്സവ ഉദ്ഘാടനം തന്നെ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ മാത്രം അവിടെ ഇറങ്ങി, പക്കമണക്കാരൊക്കെ പോയി. ഉദ്ഘാടനം ഒരു പാട്ടൊക്കെ പാടിയിട്ടാവാമെന്ന് പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞത്. ഒന്നായിക്കോട്ടെ പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ആരാണ് വായിക്കാൻ? കുറച്ച് ദൂരത്തു നിന്ന് ഈ മാഷ് പരിങ്ങി എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നമ്മളെ പണിക്കര മാഷ് കണ്ട് ഞാൻ എണീറ്റ്, എന്താ മാഷ് എന്താ ഇവിടെ പറഞ്ഞു. ഞാൻ ഇവിടെ ഈ കുട്ടികളുടെ ഇതിനൊക്കെ വായിക്കാനൊക്കെ വന്നതാണ്. ഇവർ പറയുന്നത് ഇവിടെ ആരും ഇല്ലയെന്ന്. മാഷ്ക്ക് ഞാൻ വായിച്ചാൽ മതിയോ? ഞാൻ വായിച്ചാൽ പോരാന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ഞാൻ വായിച്ചോട്ടെ. എൻ്റെ മാഷ് എന്താ, ഞാൻ വേഗം കാല് പിടിച്ചു മാഷയുടെ. മാഷ് ഉണ്ടായാൽ പിന്നെ എനിക്ക് ഇതിൽ കൂടുതൽ എന്താ സന്തോഷമുള്ളത്. അങ്ങനെ പറഞ്ഞ മാഷ് എൻ്റെ അടുത്തിരുന്നു. പിന്നെ ഒരു ബൈക്കത്തുകാരൻ, ഒരു വയസ്സായിട്ടൊരു മൃദംഗക്കാരൻ, കണ്ണൂരിലൊരു വീണ വായിക്കുന്ന ഒരു കുട്ടിയുണ്ട്, മോള്. അവളും വന്നു. വീണയും ഇതൊക്കെ ആയിട്ട് കച്ചേരി നല്ല രസമായി. ലാൽഗുഡി വായിച്ചാലും എനിക്ക് അത്ര സന്തോഷം, വലിയൊരു അനുഗ്രഹം പോലെ. മാത്രമല്ല രസമുണ്ടായി. പിറ്റേ ദിവസം ഞാൻ അവിടുത്തെ കച്ചേരി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ തലശ്ശേരിയിൽ നിന്ന് ഒരു പത്രം വാങ്ങി നോക്കിയപ്പോൾ ഈ ഫോട്ടോ ഫ്രണ്ട് പേജിൽ ആദ്യം മാഷും ഈ വൈക്കത്തെ മൃദംഗക്കാരനെ വീണക്കാരൻ കുട്ടിയും ഞാനും കൂടി ഇരിക്കുന്ന ഫോട്ടോ ആണ് മെയിൻ ചിത്രം. മാത്രമല്ല മാഷ് കാണുകയും ചെയ്തു. മാഷ് നിന്നിട്ട് എന്നെ പറഞ്ഞേച്ചു. അന്ന് ഫോണൊന്നും ഇല്ലല്ലോ. മാത്രമല്ല പിന്നെ ഞാനൊരു ലേഖനത്തിൽ മാഷെ പറ്റി ഒരു കുറിപ്പ് എഴുതുകയും ചെയ്തു. അപ്പോഴേക്കും മാഷ്ക്ക് സന്തോഷം. ഇനി ഇതിൽ കൂടെ ഒന്നും ചെയ്യാനില്ല പറഞ്ഞു. മാഷയുടെ സ്മരണയിലാണ്. ഉഷയ്ക്ക് എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല, പക്ഷെ ഉഷയുടെ മകൾക്ക് ഞാൻ ഒരു സിനിമയിൽ പാട്ട് കൊടുത്തു. നല്ല പാട്ടാണ്. ഒരേടെ മുമ്പിൽ പാടി ആ കുട്ടി അല്ലേ, നന്നായി പാടും ആ കുട്ടി. മോള് സരിമ നന്നായി പാടും. ആ പാട്ട് ഏതായിരുന്നു? അത് മുഖം മനസ്സിൻ കണ്ണാടി എന്നാരോ വെറുതെ എഴുതി. മുഖം മനസ്സിൻ കണ്ണാടി എന്ന് ആരോ വെറുതെ എഴുതിയതാണെന്ന്. വയലാറിന് എഴുതിയത് ഞാൻ ആദ്യം എഴുതിയത്. പക്ഷെ അത് അപ്പോഴേ നിൽക്കുന്നില്ല താളത്തിൽ. അപ്പോൾ അവിടെ സംഗീതത്തിൻ്റെ ഒരു പ്രാഥമികമായ പഠനങ്ങളെ സത്യത്തിൽ നടക്കുന്നുള്ളൂ അല്ലേ? പിന്നെ എങ്ങനെ? അതെ, അത്രേ ഉള്ളൂ അല്ലേ? ഇപ്പം നമ്മളൊരു സംഗീതത്തിൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ അത് കീർത്തനം വരെയൊക്കെ എത്തുന്നുണ്ടോ അവിടെ? കുറേശ്ശെ അത്രയൊക്കെ ആയിട്ടുള്ളൂ. ഒരു വർണ്ണങ്ങളൊക്കെ പഠിക്കും അവിടെ. ഇതിൽ മാഷെടുത്ത് അഭ്യസിക്കുന്നുണ്ട് അല്ലേ? ആ കാലത്താണ് ഞാൻ രാഘവ മാഷ് എൻ്റെ മനസ്സിലിങ്ങനെ തലൊഴിച്ച് നിൽക്കുന്ന രാഘവ മാഷ്. ഒരു പ്രാവശ്യം അവൻ്റെ രാഘവ മാഷ കച്ചേരി ഞാൻ കേട്ടിട്ടുണ്ട് കണ്ണൂർ വെച്ച്. തലശ്ശേരി വത്സരാജ് നന്നായി പാടുന്നൊരു ഒരാളുണ്ടായിരുന്നു. മനോഹരമായിട്ട് പാടുമായിരുന്നു. പിന്നീടുള്ളൊരു കൈതപ്രത്തിൻ്റെ ഒരു വളർച്ചയുടെ ഒരു ഘട്ടം വരുന്നത് എനിക്ക് തോന്നുന്നു പിന്നെ ആ കാലത്ത് വെറുതെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അതിന് മുൻപ് എങ്ങനെയാണ് തിരുവനന്തപുരത്ത് എത്തുന്നത്? ശരിക്കും ഞാൻ സംഗീതം പഠിക്കാൻ വേണ്ടി തന്നെ പൂഞ്ഞാറിൽ താമസിച്ചു. 7 കൊല്ലം പൂഞ്ഞാറിലിട്ടായിരുന്നു. ആ സമയത്താണ് എനിക്കൊരു ഒരു മൊത്തം ഇരുത്തം വന്നത്. വായനയിൽ ഞാൻ വിവേകാനന്ദ സാഹിത്യ സരസ്വൊക്കെ എന്നാണ് വായിക്കുന്നത് മുഴുവൻ. അങ്ങനെ ഒരു വേറൊരു ലെവലിലേക്ക് കയറുന്നത് അപ്പോഴാണ്. പിന്നെ ഈ അങ്ങയുടെ ഒരു പുസ്തകമില്ലേ, ലോലാക്കിന്റെ കഥ എന്ന് പറഞ്ഞ പുസ്തകമുണ്ടല്ലോ, ഗദ്യ പുസ്തകം. അതിലൊരു ഈ സമയത്തുള്ളൊരു കഥ പറയുന്നുണ്ടല്ലോ. എന്നുവെച്ചാൽ ഒരു മൈസൂരിലെങ്ങാനുള്ള ഏതൊരു വലിയൊരു ഭാഗവതരോടെ വരുന്നതും പഠിപ്പിക്കാൻ കുറച്ചൊരു ക്രൂരമായി പെരുമാറുന്നതൊക്കെ അത് ഈ സമയത്താണ്. അത് വടക്കാഞ്ചേരി രാമഭാവൻ. എന്നിട്ട് പിന്നീട് തിരിച്ച് അവർ പോകാതിരിക്കുന്നതും അവർ തമ്പുരാട്ടിയൊക്കെ വന്നിട്ട് വിളിച്ചുകൊണ്ട് വന്ന കഥയിൽ പറയുന്നത്. അപ്പോൾ അത് ഈ സമയത്താണ്. അപ്പോൾ വടക്കഞ്ചേരി രാമഭാവൻ ഭയങ്കര ഫേമസ് ആളാണ്. പക്ഷേ പുള്ളിക്ക് എല്ലാവരും പുച്ഛാണ്. പിന്നെ ഞാൻ മൂകാംബിലിച്ച് കണ്ടു ഇതിനെ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ശങ്കരാഭരണം ഇപ്പോൾ പഠിച്ച ശങ്കരാഭരണമല്ല, തെക്കോട്ട് തിരിഞ്ഞ് നിന്ന് മറക്കുക, ഒരു പുതിയ ശങ്കരാഭരണം പഠിക്കാൻ. ശങ്കരാഭരണത്തിൽ നിഷാദം മാത്രം ഇത് നീന്ന് പടം പറയും, അത് മാത്രം പടം പറയും 1000 പ്രാവശ്യം. അപ്പോൾ എൻ്റെ മനസ്സിൽ അനുസരില്ലാണ്ട് എങ്ങനെയാണ് സംഗീതം ഉണ്ടാവുക? നിഷാദത്തിന് ദൈവവും ടച്ച് ചെയ്യും, ഷഡ്ജവും ടച്ച് ചെയ്യും. എൻ്റെ മനസ്സങ്ങനെ പറയാം. അതുകൊണ്ട് ഞാൻ വിട്ടില്ല. പക്ഷേ എന്നാലും സാധകം ചെയ്യാനും ഇതൊക്കെ ഭയങ്കര ഉത്സാഹമായിരുന്നു. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പോയി സാധകം ചെയ്യും. കുളത്തിലാണ് ഇരിക്കുക. ഭയങ്കര ശ്രമമാണ്. ഭാവിയിൽ എനിക്ക് എന്തെങ്കിലും വേണം എന്നുള്ള ശ്രമം ഉണ്ടായിരുന്നു. ഇന്നത്തെ മക്കളെ പോലെയല്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, സംഗീതം കൊണ്ട് ജീവിക്കും എന്ന് ഉറപ്പിക്കണം, അല്ലാതെ ഞാൻ ഉപാസനയാണെന്ന് അത് എന്നോട് പറയേണ്ട പറയും. അതൊരു നല്ല പാഠമാണ്. അത് ഞാൻ അപ്പോഴേ ഉറപ്പിച്ചു, ഈ സംഗീതം കൊണ്ട് ഞാൻ ജീവിക്കും. എനിക്കത് പറ്റിയോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്.
സംഗീതം കൊണ്ട് എന്നുള്ളത് സാഹിത്യത്തിന്റെ അതുകൊണ്ടല്ലോ അതിന് ഉണ്ടല്ലോ സംഗീതമൊക്കെ സാഹിത്യം അതെ, രണ്ടും പിന്നെയാണ് വന്നത്. അപ്പം അങ്ങനെ ഈ മൂകാംബിപ്പൊക്കെ കൂടി ഞാൻ എഴുത്ത് തുടങ്ങി. അവിടെ നിന്നാണോ എഴുത്ത് തുടങ്ങുന്നത്? ഭയങ്കര പെയിനായിട്ടുള്ളൊരു സാധാരണ കല്ലുകൊള്ളി ഇറം എന്ന് പറയല്ലോ തമിഴില്, കല്ല് പൊട്ടിക്കുമ്പോഴാണ് വെള്ളം വരുന്നത്. അപ്പം മനസ്സിന്റെ ഏതോ ഒരു കഠിനമായ ഒരു സംഭവം പൊട്ടിച്ചളയുമ്പോഴാണ് കവിത വരുന്നത്. അതാണ് ഈണം വരുന്നത്, സംഗീതം വരുന്നത് ഒക്കെ അങ്ങനെയാണ്. തെളിനീരായിട്ട് വരും. അതെ, തെളിനീരായിട്ട് വരുന്നത്. അതുപോലെയാണ് എനിക്ക് അവിടുന്ന് കിട്ടിയത്. ഞാൻ അവിടുന്ന് തിരിച്ചു പോയി പിന്നെ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. പിന്നെയാണ് തിരുവനന്തപുരത്ത് പോകുന്നത്. അവിടെ വെച്ച് ഞാൻ നെടുമുടി ജീവിതത്തിന്റെ ഒരു അനിശ്ചിതത്വം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ആരുമല്ല, ഒരു എന്താണ് എൻ്റെ പേരിൻ്റെ കൂടെ ചേർക്കേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ. അതില്ല. തിരുവനന്തപുരത്ത് പോകുമ്പോഴും ഇല്ല, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. കുറേ ഉപകരണങ്ങൾ മാത്രമേ ഉള്ളൂ, ഇത് കൂട്ടിച്ചേർക്കണ്ടേ. അപ്പോൾ അത് പറ്റിയില്ല. പക്ഷെ നമ്മളെന്തൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തലയിൽ, അത് തീർച്ചയായിട്ടുണ്ട്. വായന ഞാൻ അപ്പോഴും വിട്ടിട്ടില്ല, ഭയങ്കര ഇഷ്ടമാണ് കവിത. പിന്നെ അന്ന് ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെടുകയായിരുന്നു. അത് കൂടുതൽ പരിചയപ്പെടാൻ പറ്റി എനിക്ക് കടമ്പനിട്ടയൊക്കെ ആയിട്ട്. കടമ്പനിട്ട, വിനയേന്ദ്രൻ, കുരുപ്പുഴ ശ്രീകുമാർ, അതുപോലെ സുകുമാരി ടീച്ചർ, വിഷ്ണുനാരായണ നമ്പൂരി, അങ്ങനെ വലിയൊരു സമൂഹം ഉണ്ട് അവിടെ ട്രിവാൻഡ്രത്ത്. അവരായിട്ടൊക്കെ വളരെ അടുത്ത്. തിരുവനന്തപുരത്ത് നിന്നാണല്ലോ ശരിക്കും നാടകമായിട്ടുള്ളൊരു ബന്ധം വരുന്നത്. അതെ, സംഗീതം പഠിക്കാനാണ്. എന്നിട്ട് SVS നാരായണൻ എന്ന് പറഞ്ഞ അടുത്ത് പോകുന്നത്. അവിടെ സാറിൻ്റെ അടുത്ത് പോയപ്പോഴാണ് അന്ന് ഞാനും മൃദംഗം വായിക്കുമായിരുന്നു. സാറ് പറയും എനിക്ക് പാട്ടിനേക്കാൾ മൃദംഗം നന്നാവുന്നു എന്നോട് പറയുന്നത്. എനിക്ക് ഇടത് കൈയായിരുന്നു. ഇടത് കൈ കിട്ടിയാൽ വലിയ ഭാഗ്യമെന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് മൃദംഗം പ്രാക്ടീസ് ചെയ്യും. അവിടുന്ന് ബുദ്ധിമുട്ടേറിയ ശാന്തികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയും അങ്ങനെ അവിടുന്ന് ഈ തിരുവനന്തപുരത്തെ വലിയ ശ്മശാനമുണ്ട്. ആ ശ്മശാനത്തിനടുത്തേക്ക് കൂടെ വേണം വലിയശാല അമ്പലത്തിലേക്ക് പോകാൻ. അന്ന് ഞാൻ ചെറിയ കുട്ടിയാന്ന് ഓർക്കണം. 16-17 വയസ്സായിട്ടുള്ളൂ. അങ്ങനെ സാറിൻ്റെ കൂടെ പഠിക്കുന്ന കാലത്താണ് ഞാൻ EC തോമസ് എന്ന എൻ്റെ സുഹൃത്ത്. സാറ് വന്ന് ആകാശവാണിയിലായിരുന്നില്ലേ? ആകാശവാണിയിലായിരുന്നു. അദ്ദേഹം വോക്കലും പാടും, അസദ്യ പാടും, മൃദംഗം വായിക്കും, പിന്നെ കമ്പോസ് ചെയ്യുകയും ചെയ്യുന്നു. അദ്ദേഹം ചെയ്ത അങ്ങനെ പിന്നെ വലിയ മഹാനായിട്ടുള്ള ആളാണ്. പിന്നെ വളരെ നല്ല സ്വഭാവം. ശിഷ്യൻ എന്നൊക്കെ പറഞ്ഞാൽ മക്കളെ പോലെ. എന്നോട് പറയും ശിഷ്യനാണ് മോനാണെന്ന് എനിക്ക് വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ ഉള്ള രസമായിട്ടുള്ള പഠിത്തമായിരുന്നു സാറിൻ്റെ. ഭയങ്കര കണക്കൻ തില്ലാനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വലിയ വലിയ ആൾക്കാരുടെ കൂടെ. MS ഗോപാലകൃഷ്ണൻ, കോയമ്പത്തൂർ രാമസ്വാമി, വിക്കു വിനായകറാം, ഹരിശങ്കർ, ഇവരുടെയൊക്കെ കൂടെ മദ്രാസിൽ അദ്ദേഹം പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് തമ്പുരു വീണ്ടാണ് എനിക്ക് അവസരം ഉണ്ടായിരുന്നു. താങ്കളിപ്പോൾ സംഗീത കോളേജിലോ അല്ലെങ്കിൽ അതുപോലെ ഔപചാരികമായ പഠനം നടത്തിയില്ലെങ്കിലും ഈ അനുഭവമാണല്ലോ വലിയ പഠനം. MSG ഒക്കെ അന്ന് കല്യാണി ഈ തിസ്രനടയിൽ സാറ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കീർത്തനം പല്ലവി പോലെ സാറ് പാടുകയാണ്. അപ്പോൾ MSG ആണ് വായിക്കുന്നത്. MSGയുടെ കല്യാണി വായിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് ഞാൻ നിറഞ്ഞ ഒഴുകി പോയി. അന്ന് സാറിന് എല്ലാവരും അറിയാം കേട്ടോ. ഈ രാഘവമാഷ പാട്ടുകളെ പറ്റി പറയും. രാഘവമാഷ പാട്ടൊക്കെ നല്ല മെലഡീസ്, നല്ല ചൗക്കത്തിലുള്ള പാട്ടുകളായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ മാഷ പാട്ടൊക്കെ ഈ കരിമുകിൽ കാട്ടിലൊക്കെ ഞാൻ മാഷ പാടി കേൾപ്പിക്കും സാറിന്. അപ്പോഴൊക്കെ എനിക്കറിയാം, പിന്നെ മനോഹരമായ പാട്ടാണ് സാറ് പറയും. ഇന്നത്തെ നമ്മളെ സംഗീത പഠനം എന്ന് പറയുന്നതിലും ഉള്ള ഈ ഒരു കേൾവിയുടെ കുറവ് ധാരാളമുണ്ട്. കാരണം ഞാൻ ഈയിടെ ഒരു സംഗീത കോളേജിൽ ഫൈനൽ ഇയർ BA വിദ്യാർത്ഥിനിയായിട്ട് പരിചയപ്പെട്ടു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരുടെയൊക്കെ പാട്ടുകൾ കേട്ടിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു KV എൻ്റെ പാട്ട് കേട്ടിട്ടുണ്ടോ, പാലക്കാട് KV നാരായണസ്വാമിയുടെ പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് വെച്ചപ്പോൾ ആ കുട്ടി അങ്ങനെ ഒരു പേരേ കേട്ടിട്ടില്ല. പാട്ട് കേട്ടിട്ടില്ല എന്നല്ല, അങ്ങനെ ഒരു പേരേ കേട്ടില്ല. അപ്പോൾ ഈ പഠിക്കുന്ന കുട്ടികളിൽ പോലും ഈ വലിയൊരു കളരി എന്ന് പറയുന്ന അല്ലെങ്കിൽ വലിയൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് വരുന്നത് ഇതാണല്ലോ. അതുപോലെ ആകാശവാണിയിൽ ആരൊക്കെയാണ്? കൃഷ്ണകുട്ടി നായർ, ദ്വരസാറ്, അങ്ങനെ വലിയ വലിയ ആൾക്കാർ, എല്ലാ കലാകാരന്മാരൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അവർ സംസാരിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യമായിട്ട് ദാസേട്ടൻ ആറ്റുകാലിൽ പാടുന്നു. ആദ്യത്തെ കച്ചേരിയാണ് ദാസേട്ടൻ്റെ പബ്ലിക്കായിട്ടുള്ള. അന്ന് TV ഗോപാലകൃഷ്ണനും MS ഗോപാലകൃഷ്ണനും മറ്റാണ് പക്കം. അപ്പോൾ TVJ പറ്റിയൊക്കെ നന്നായിട്ട് പറഞ്ഞിരുന്നു ദാസേട്ടൻ. എന്നിട്ട് ഗംഭീരമായിട്ട് പാടും ചെയ്തു. അപ്പോൾ അതിനെപ്പറ്റി പിന്നെ അതിലുള്ള ഒരാൾ ചേർത്തല ഗോപാലൻ നായർ, അവിടുത്തെ പ്രൊഡ്യൂസറായിരുന്നു, ആകാശവാണി തന്നെ ആയിരുന്നു. അദ്ദേഹം ഇതുപോലെ ഒരുപാട് കൃതികളും വലിയ വിവരമുള്ള ആളാണ്, നല്ല പാട്ടുമാണ്, പണ്ഡിതൻ എന്ന് പറയാവുന്ന ഒരാളാണ്. അതെ. അദ്ദേഹം പറയുന്നത് വെച്ചാൽ SVS അത് ഷഡ്ജം എന്ന് പറഞ്ഞ കടലാണ് അയാളുടെ എന്ന് പറയാം. ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ വിദ്വാൻ ദാസേട്ടനെ പറ്റി എന്ന് പറയുന്നത് മഹാൻ തന്നെയാണ്. പാടുമ്പോൾ ആ ഷഡ്ജം ഇങ്ങനെ കടൽ പോലെ നിൽക്കുകയാണ്, ഏരമ്പെന്ന്. അപ്പോൾ കൃഷ്ണകുട്ടി നായർ സാർ പറയുന്നത് അത് ഒന്നും നോക്കണ്ട SVS, അയാൾക്ക് ചെക്ക് ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്, എത്രയും വേണ്ട എഴുതിയെടുക്കാം ദൈവം. ഇങ്ങനെയുള്ള കമൻസാണ്, നല്ല മനോഹരമായിട്ട് കമൻസ്. അങ്ങനെ എന്നിട്ട് അവരുടെ കൂടെയാണ് ഞാൻ അന്ന് ലളിതഗാനത്തിന് ഞാൻ ഇത് കൊടുത്തു സാറ് പറഞ്ഞിട്ട്. അത് കേപ്പത്മനാഭൻ നായരാണ് അന്നത്തെ പ്രൊഡ്യൂസർ അവിടുത്തെ ലളിതഗാനം. അദ്ദേഹമാണ് എനിക്ക് ഇത് തന്നത് അന്ന് ഗ്രേഡ്. ഈ ശാന്താപ്പിനാരുടെ ഹസ്ബൻഡ് അല്ലേ? അത് ശാന്താപ്പിനാർ വന്ന് ട്രിവാൻഡ്രത്തുണ്ട്. അപ്പോൾ ശരിക്കും ഓഡിഷൻ കിട്ടുന്നത് ട്രിവാൻഡ്രത്താണ്. ഓഡിഷൻ കിട്ടി. അന്ന് ഞാൻ പാടിയത് കാവാലത്തിന്റെ പാട്ടുകളായിരുന്നു. പൂണ്ടും തോളത്തിട്ട്
എം ജി രാധാകൃഷ്ണൻ മ്യൂസിക്, രാജേട്ടൻ മ്യൂസിക്, പൂക്കെയ്ത കൈയും വീശി. അതുപോലെ പിന്നെ ഘനശ്യാമ സന്ധ്യാഹരിണി, അതെ, അതൊക്കെയാണ് ഞാൻ പാടിയതെന്ന് ഓർമ്മയുണ്ട്. അതെനിക്ക് കിട്ടി പെട്ടെന്ന്. പിന്നെ ഞാൻ അതേ രാജേട്ടൻ്റെ കൂടെ പെരുമ്പാവൂർ രവീന്ദ്രനാഥിൻ്റെ കൂടെ ഒക്കെ അവിടെ അപ്പോഴും ആകാശവാണിയായിട്ട് ബന്ധപ്പെട്ട SBS സാറുമായിട്ട് ബന്ധപ്പെട്ട അല്ലാതെ വേറൊരു ലോകം, നാടകത്തിൻ്റെതായിട്ടൊരു ലോകം വരുന്നുണ്ട്. അത് പിന്നെ ഇതിന്റെ തുടർച്ചയാണ് അല്ലേ? അവിടെയാണ് കാവാലം, നരേന്ദ്രപ്രസാദ്, അവരുടെ ഒരു തിയേറ്റർ ഒരു സാധനത്തിലേക്ക് വരുന്നുണ്ട്. എന്നെ ഞാൻ പറഞ്ഞില്ല, പൂഞ്ഞാറെന്ന് എനിക്ക് കിട്ടിയില്ല ഒരു അമരം എന്ന് പറയുന്ന സാധനം ജീവിതത്തിൽ. അത് ഒരു പബ്ലിസിറ്റി ആയിട്ട് അല്ലെങ്കിൽ പബ്ലിക് ലെവലിലേക്ക് പോകുന്നത് കാവാലത്തിന്റെ നാടകത്തിലൂടെയാണ്. അന്ന് അത് മാത്രമല്ല, എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ കൂടെ നടന്നിരുന്ന ആൾക്കാർ, ഗോപി സാർ, നടൻ ഭരത് ഗോപി ആയിട്ടില്ല അന്ന്, ഇല്ല, ഗോപി, നെടുമുടി വേണു തുടങ്ങിയിട്ട് ഭാരതമായിട്ടുള്ള ആൾക്കാരാണ്. വേണുവൊക്കെ എൻ്റെ കൂട്ടുകാരൻ വെച്ചാൽ ഞങ്ങൾ ഒരേ പായൽ കിടന്നുറങ്ങുന്ന ആൾക്കാരാണ്. വളരെ സിമ്പിളാണ്. അന്നും ഇന്നും വേണു അതുപോലെ എന്നോട്. നമ്മളിപ്പം ഒരു നാടകത്തിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, ഈ കലാപ്രവർത്തനം നടത്തുന്നതിൽ നാടകത്തിന്റെ ആളുകളെ നാടക പ്രവർത്തകർ, സംഗീതക്കാരെ മുഴുവനും സംഗീത പ്രവർത്തകർ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ നാടകത്തിന്റെ ആളുകളെ നാടക പ്രവർത്തകൻ എന്ന് പറയും. അപ്പൊ താങ്കളുടെ ഒരു ജീവിതത്തിൽ ഒരു നാടക പ്രവർത്തകനും ആയിരുന്നു എന്ന് വേണേൽ പറയാം. മാത്രല്ല അതില് ലോകപ്രസിദ്ധമായിട്ടുള്ള അവനവൻ കടമ്പ, ദൈവത്താറ് തുടങ്ങിയിട്ടുള്ള ഇതിലെല്ലാം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് ഇല്ലാത്ത ജ്ഞാനങ്ങളൊന്നും നല്ല രസമാണ്. ക്യാബൊക്കെ പണിക്കർ സാറാണ് ചെയ്തത്. ഇപ്പോഴും അവർക്കൊക്കെ പൈസ കിട്ടുന്നുണ്ട്. പക്ഷെ അന്നൊന്നുമില്ല, 5 പൈസയില്ല. വാഴപ്പിണ്ടിയും വാഴപ്പള്ളേ ഉള്ളൂ, കുരുത്തോലയും. ഞങ്ങളിവിടുന്ന് കുരുത്തോലയും ഇതൊക്കെ കെട്ടിയിട്ടാണ് ഡൽഹിയിലൊക്കെ നാടകത്തിന് പോകുന്നത് അന്ന്. ശരി. അപ്പോഴൊന്നും ഞാൻ ധൈര്യമായിട്ടില്ല, എനിക്ക് പാടാനും ഇതിനൊന്നും ധൈര്യമായിട്ടില്ല. പണിക്കർ സാറിന് തിരുവനന്തപുരം പാടൂ, പയ്യന്നൂർക്കാരനാണ്, താളവും ഉണ്ടാവും പാട്ടും ഉണ്ടാവും. അതാണ് അതാ ഫോക്ലോറിനോടുള്ള ഫോക്കുമായിട്ടുള്ള ബന്ധമാണ് പണിക്കർ സാർ. അതില്ലാണ്ടിരിക്കില്ല. കാരണം ഈ തെയ്യം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ആരാധകനല്ലേ. പയ്യന്നൂർക്കാരനാണ്, അതൊക്കെ ഉണ്ടാവും. നിങ്ങൾ അവിടുത്തെ ഇല്ലാത്തവരുണ്ടോ, നിങ്ങൾ കാണാത്ത. പറഞ്ഞ പോലെ എന്നെ കൊണ്ട് പാട്ട് പാടിക്കും. പിന്നെ പറഞ്ഞു, പാടുന്നവർക്ക് അഭിനയിക്കാൻ പറ്റും, അതിന് പ്രത്യേക കളറിയൊന്നും ആവശ്യമില്ല അവർ. അതുപോലെ അഭിനയിക്കാനും പാടാനും അറിയുമെങ്കിൽ പിന്നെ എഴുത്തിന് വേറെ നോക്കണ്ട, ഇതെല്ലാം ചെയ്യും. ഒരു കലത്തിലെ വറ്റുകളാണ് ഇതെല്ലാം. ഓരോന്നും നോക്കിയാൽ ബാക്കിയെല്ലാം ഉണ്ടാവുന്നു. ശരി. അങ്ങനെ ധൈര്യം തന്നിട്ട് പണിക്കർ സാറാണ് ഒരു ദിവസം ഞാൻ ശാന്തി ചെയ്യുന്ന അമ്പലത്തിൽ വന്നിട്ട് ഓണത്തിന് ഒരു പാട്ട് എഴുതണം, അത് പെരുമ്പാവൂർ സാറിൻ്റെ അടുത്ത് പോകണം ഉച്ചയ്ക്ക്. അദ്ദേഹമാണ് അത് ചെയ്യുന്നത്. അവിടെ നിന്ന് പോകണം എന്ന് പറയും. അദ്ദേഹം എഴുതുന്ന ആളാണ് പണിക്കർ സാറ്. ആലോചിക്കണം ആ ഒരു മനസ്സ്. എന്നെ പരിചയപ്പെടുത്തി അവിടെ പോയി പാട്ട് എഴുതിച്ച് ആ പാട്ട് നല്ല ക്ലിക്കായി. അന്ന് എടവാ ബഷീറും ചിത്രയും കൂടിയാണ് പാടുന്നത്. ചിത്ര ചെറിയ കുട്ടിയാണ് ആ പാട്ട് പാടുന്നത്. ആ പാട്ട് അതിൽ ഒരു ലൈൻ ഓർമ്മയുണ്ട്. അതായത് മനസ്സിലെ ഓണം കേറാമൂലകളിൽ സിന്ദൂരം, മനസ്സിലെ ഓണം കേറാമൂലകളിൽ സിന്ദൂരം എന്നുള്ള ആ വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനൊരു പാട്ടായിരുന്നു. ഈ പാട്ട് പിറ്റേ ദിവസം ഞാൻ സാധാരണ പോലെ സാറിനെ കൂട്ടിയിട്ട് അന്ന് ആകാശവാണി പോകുമ്പോൾ പപ്പേട്ടനുണ്ടായിരുന്നു, പത്മരാജൻ പെരുമ്പാവൂർ സാറും കൂടി സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ നേരെ അടുത്തേക്ക് പോയപ്പോൾ, ഇന്നലത്തെ പാട്ട് കേട്ടില്ലേ പപ്പേട്ട എന്ന് ഇയാള് പെരുമ്പാവൂർ സാർ ചോദിക്കുന്നു, പരിചയപ്പെടും. പിന്നെ തിരുമേനി ഞാൻ കേട്ടു, ആസ്വാദിച്ചിരിക്കുന്നു, ആ ഓണം കയറാമൂലകളിൽ സിന്ദൂരം എന്ന് പുള്ളി പറഞ്ഞു. വാസ്തവം എന്നെ പപ്പേട്ടൻ മനസ്സിൽ കയറ്റിയിട്ടുള്ളത് ഈ ഇതിലൂടെയാണ്. പിന്നെ എന്നെ ഇന്നലെ എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടി വിളിക്കുമ്പോഴും ഞാൻ ഗന്ധർവ്വം എഴുതാനും ഒക്കെ എനിക്ക് ധൈര്യം തന്നത് പപ്പേട്ടനാണ്. അതിൻ്റെ ഒരു കാരണം ഇതാണ്, ഈ വരിയാണ്. അതും റേഡിയോ ആണ് കാരണം. കവിയും ഗാനരചയിതാവുമായ ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുമായി ഗായകൻ ശ്രീ VT മുരളി നടത്തിയ അഭിമുഖ സംഭാഷണമാണ് കേട്ടത്. ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത ആഴ്ച കയ്യൊപ്പിൽ. കയ്യൊപ്പ്.